വെട്ടമുണ്ടോയെന്ന് അറിയത്തില്ല. വെട്ടമുണ്ടോയെന്നല്ല, വെട്ടമില്ല, ലൈറ്റില്ല. കാരണം നമ്മൾ രാത്രി പോട്ടെ, രാവിലെയാണല്ലോ പോകുന്നത്. അതായത് അതിനെന്താ പറയുക, പാതിരാവിലെയോ? പാതിരാവിലെ അല്ലല്ലോ, പാതിരാത്രി, അതിരാവിലെയാണല്ലോ പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. നിങ്ങളത് ക്ഷമിക്കുക. നമ്മൾ മോർണിംഗ് റൈഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത്. അതങ്ങനെയാണല്ലോ. അപ്പം നമ്മളിപ്പം എന്ന് പറയുന്നത് നെടുങ്കണ്ടത്തുനിന്ന് കട്ടപ്പന കൂടി ആണ് നമ്മൾ പോകുന്നത്. കട്ടപ്പന ടു വാഗമണ്ണ്. പിന്നെ അത് മതിയടാ, ഫുൾ ടാങ്ക് മോനെ, വിഷയമാ. നൻപനും നമ്മളിന്ന് കോടീശ്വരന്മാരാ. കാരണം നമുക്ക് ഒത്തിരി പൈസ ഒന്നും വേണ്ട, നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കോടീശ്വരന്മാരാ, അല്ലേ നൻപാ? റൈഡ് എന്ന് പറഞ്ഞാൽ, മോർണിംഗ് റൈഡ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ഓടിക്കേണ്ട റൈഡാണ്. ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ, കോടയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൻ്റേതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രഷായിട്ട് അനുഭവിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. നിങ്ങൾ മോർണിംഗ് റൈഡ് പോയിട്ടില്ലാത്തൊരു ചുരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ഏകദേശം എല്ലാവരും ഈ റൈഡും കാര്യങ്ങളൊക്കെ അടിച്ചിങ്ങനെ നടക്കുന്നവരാണ്. അതേ അവിടെ ഒരാളെ കാണാം കേട്ടോ, രാവിലെ അവിടെ വിഷയമാണത്. ഓ, അത് കൊള്ളാലേണ്ണാ, സീൻ സാധനം. ഫുൾ മൂൺ. അതെ. ഓ, കിട്ടിയത് ഭാഗ്യം. പിന്നെ വീഡിയോ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയ്യപ്പൻ കോവിലാണുള്ളത്. ഇങ്ങോട്ട് വന്ന എന്തായാലും നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ആട്ടെ ഈ കാണുന്നത്. ഇവിടെ കുറേ ചേട്ടന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടേക്കാം. പിന്നെ നമ്മളിതിന് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. എന്നായാലും ബാക്കി നമ്മൾ ഏലപ്പാറ എത്തിയിട്ട് അങ്ങോട്ടുള്ള വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏലപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏലപ്പാറ സിറ്റിയിൽ നിന്ന് നമ്മൾ വാഗമണ്ണ് ഈരാറ്റുപേട്ട റോട്ടിൽ കയറി ഫീലുണ്ട് കേട്ടോ. കാരണം താഴേക്കോടുള്ള ഒരു അരുവി ഒഴുകുന്ന ഇതുകൊണ്ടില്ലേ, ആ ഒരു ഫീലുണ്ട്. റൂട്ടിന് അങ്ങനെ ഒത്ത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സീൻ റൂട്ടെന്ന് പറയാം. എപ്പിക്കായിട്ടുള്ള റൂട്ടാണ് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്നവർക്കറിയാം, നമ്മൾ മറ്റേ മേളിൽ നിന്നൊരു റോഡ്, അതായത് നമ്മൾ ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനം പോകുന്ന ആ റോഡിൽ അതേ ആ മേളിലുള്ള ആ ഒരു വ്യൂവിൽ കുറേ പട്ടി ശ്വാസം ഉണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഒരു പടയായിട്ട് ഇറങ്ങിപ്പോകണോ. അതെ, ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന കാണാനുണ്ടല്ലോ, ഒരു ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ടുള്ളൊരു ഭംഗിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു റൂട്ടാണ്. ആ റൂട്ട് മേളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കൂടെ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകാൻ തോന്നും. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഉണ്ടെങ്കിലോ, ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ബൈക്കിൽ തന്നെ വരണം. കാറിൽ വന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. ബൈക്കിൽ വരുന്നതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതിപ്പം മോർണിംഗ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി കിട്ടുകയില്ല കേട്ടോ. ചില സമയം ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല മഞ്ഞ് കിട്ടും. പിന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ ബസ് സൗകര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സൗകര്യമുണ്ട്. എനി ടൈം ബസ്സുണ്ട് കേട്ടോ. ഇത് ബസ് റൂട്ടും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു പേടി. നമ്മുടെ സ്വന്തം KSRTC അത് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊന്ന്, ഏത് ഒരാളായാലും എതിരെ വരുന്ന ഇനി എന്നാ വിലയുള്ള വണ്ടി ആയാലും ഒന്ന് ചവിട്ടിപ്പോവും, ഉള്ളൊന്ന് പിടയ്ക്കും. അത് വേറെ കാര്യം. വാഗമണ്ണെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന മൊട്ടക്കുന്നും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളൊന്നും മൊട്ടക്കുന്നിലേക്കല്ല പോകുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടോ ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പിന് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര തീരെ പ്ലാനിങ് ഇല്ലാതെ എവിടെ പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ വാഗമൺ ഒറ്റ മൈൻഡ് ഒരു ട്രിപ്പാണ്.
ഓ എൻ്റെ പൊന്നെ, വാഴ വാഴ എന്ന് വിളിച്ച് കളിയാക്കി. ഇവിടെ നിൽക്കുന്ന വാഴയ്ക്ക് പോലെ എൻ്റെ ഭംഗിയാ. നോക്കിയേ രസല്ലേ, വാഴയ്ക്ക് വരെ സൗന്ദര്യം ഗായ്സ്. ഇപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ നിസാരം കരുതുന്ന ഒന്നും അത്രയ്ക്ക് നിസാരമല്ല കേട്ടോ. അത് നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോനെ അത് വേറെ ലെവലായിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഒരു കാര്യം അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്തെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാര്യങ്ങൾ. പിന്നെ കളർഫുള്ളായിരിക്കും. അത് കണ്ടുപിടിക്കുന്നവരേ ഉള്ളൂ ലൈഫിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. മക്കളെ, റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ റൂട്ട്, ഒന്നും പറയില്ല. വണ്ടി എടുത്ത് വിട്ടോളി. പശുമ്പ നടന്നു പോന്നു. ക്രോസ് ഒരുകൂടെ. അയ്യോ അയ്യോ, എങ്ങോട്ടാടേ ഇവനൊക്കെ പോയ റോഡുകളാണെങ്കിലും. പൊന്നുപോലെ ഓ വാടാ. പാവം, എൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട് കേട്ടോ. എന്തോ മിസ്സിങ്, ഇത്ര ദൂരം അടിച്ചിട്ടേ. ആ ഈരാറ്റോട്ടാ. ആ സീനല്ലേ അത്. എന്തോ ഒരു മരം പൂത്താന്ന് തോന്നുന്നു, പുതുതായിട്ട് പൂത്തതേ ഉള്ളൂ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ നിൽക്കുന്ന ഒരു മരം കേട്ടോ. എൻ്റെ മോനെ, ഇത് സീനാട്ടോ ഇവിടുത്തെ വ്യൂ. ഇത് ഈ ഒരു മരത്തിൻ്റെ തളിരാണ് അവിടെ മൊത്തം കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നില്ല, കാരണം നമുക്ക് ചെല്ലുന്ന സ്ഥലത്ത് കറക്റ്റ് ചെല്ലണം, തിരിച്ചു വരും. ഏതാ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ ദേഹത്ത് തട്ടിയാണല്ല, കയ്യിലൊക്കെ ഇത്. മോനെ, പശു വിഷയം എല്ലാം അടിപൊളി കേട്ടോ. നേച്ചറിൻ്റെ ആ ഒരു അതായത് മിക്സിങ് എന്ന് പറയുന്നത് വേറൊരു ലെവൽ മിക്സിങ്ങാണ്. ഇവിടെ ഈ ഒരു പശു ഉണ്ട്. പശു ഇല്ലായിരുന്നെങ്കിലുള്ള ആ ഒരു വ്യൂ ആലോചിച്ച് നോക്കിയാൽ ഇവന്മാര് സീന കേട്ടോ. ചുമ്മാ ഇവരെ കൊണ്ട് നമുക്ക് വരുന്നത്. ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ഇത്ര വലിയ പ്രശ്നമില്ല. ഇത് മര്യാദ അടി വാങ്ങിച്ച് തരും. ഇവിടെ വരും ചാണകമയ്യോ. വേറെ കൂടെ വരാൻ ഫണ്ണാട്ടോ, വിഷയമാണ്. പക്ഷെ പശു കുത്തിയിരുന്നേ ഇപ്പൊ തീർന്നേനെ. ആ ഇവിടെ ഓരോ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ, വിഷയമാണ്. ഞങ്ങൾ അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറി. നമ്മൾ നേരെ ഇല്ലിക്കൽക്കല്ലാട്ടാ. ഇപ്പോൾ ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇല്ലിക്കൽക്കല്ല്, ഗോ ത്രൂ ഇല്ലിക്കൽക്കല്ല്. അതേ മെഡോസ് എത്തി കേട്ടോ, വാഗമൺ മെഡോസ് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ മെഡോസിലല്ലാതെ വണ്ടി കയറ്റാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടായി. അത് ഇവിടെ മൊത്തം കവർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. നമുക്ക് നോക്കാം അവിടെ കയറ്റാൻ പറ്റുമെന്ന്, വണ്ടി കയറ്റാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഈ ഗോ ത്രൂ ഇല്ലിക്കൽക്കല്ലാന്നാ പറഞ്ഞേ. ഓ ഞാൻ കണ്ടുപിടിച്ച് ഗായ്സ്, ഞാൻ കണ്ടുപിടിച്ച്. ഈ സ്ഥലം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പുള്ളിക്കാരൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. നമ്മുടെ ട്രാക്ഷൻ ഈ ഒരു ഫ്രെയിമിൽ വന്നിട്ട് വ്ളോഗും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് എന്നാ കുറേ ഒരു ഇവിടെ ഇതുണ്ടോ, ഇവിടെ എൻട്രി ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങോട്ടായിരിക്കും അല്ലേ. ഇതൊരു പ്രൈവറ്റ് ഫാമാണ്. ഇതൊരു ഫാമാട്ടോ. അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ നട്ട് വളർത്തുന്നതാണ് കന്നുകാലികൾക്ക് വേണ്ടി. അപ്പം ഈ ഒരു ഫ്രെയിമിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു ട്രാക്ഷൻ 4 വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു വീഡിയോ കാണണം, അടിപൊളിയാണ്. പുള്ളിയുടെ വീഡിയോ എല്ലാം അടിപൊളിയാണല്ലോ. പിന്നെ നമ്മൾ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വിഷയമാണ്. പുള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് ആ ഒരു കാര്യം കിട്ടി. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ മെൻഷൻ ചെയ്തേക്കാം താഴെ.
ഹലോ ഗായ്സ്, ഞാൻ ഇതുപോലെ നിന്ന് പേടിച്ച് നിന്ന് സംസാരിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം സംസാരിക്കാൻ വാക്കുകളില്ലാതെ എന്തൊക്കെയോ വിളിച്ച് കൂകിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അന്ന് ഞാൻ നിന്നിരുന്നത് ഈ കാണുന്ന കടയുടെ അപ്പുറത്തായിരുന്നു. അന്ന് നല്ല മഴയായിരുന്നു. നമ്മളൊരു RS-ലാണെന്ന് റൈഡ് പോയിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ ചേട്ടായിയുടെയാണ്. അപ്പം പുള്ളി എന്ന് പറയുന്നത് പുള്ളിയാട്ടോ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും. അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയിലാണ് ഞാനന്ന് വന്നത്. പുള്ളി ഇപ്പോൾ നാട്ടിലില്ല. പുള്ളി ഇപ്പോൾ ഇങ്ങനെ ഓരോ